ഇന്നത്തെ ഒരു പുതിയ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇൻവിസിബിൾ മാല പോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മാലയാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, വല്ല കവറോ അങ്ങനത്തെ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കുറച്ച് കട്ടിയുള്ളത് കാരണം ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ വെറുതെ ഒരു ഓവൽ ഷേപ്പിൽ അതിലൊന്ന് വെട്ടിയെടുക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കാം. നമുക്ക് കത്രിക ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കാൻ ഞാൻ നോക്കി, പക്ഷേ അതിനേക്കാൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഒരു സൂചി ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ലോക്കറ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഹോളിൽ ഒരു ചെറിയൊരു കമ്പി കഷ്ണം, നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു 2 രൂപയ്ക്കൊക്കെ ഓരോ കമ്പികളൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കമ്പി മതി കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വളച്ച് അതിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഓവൽ ഷേപ്പിൽ എടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റിലേക്ക് കുറച്ച് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പശ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഷെല്ലുകൾ നമ്മുടെ കയ്യിലുള്ളത് ഞാനിപ്പോൾ വെക്കുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു നല്ലൊരു തിളങ്ങണ ഷെല്ലിന് ചുറ്റും ഒരു റെഡ് മണികളാട്ടോ ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇത് ഒട്ടിക്കുക. അതിന് ശേഷം നമ്മുടെ ആ മണികൾ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. കുഞ്ഞു മണികളാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, എങ്കിലും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നവർക്ക് അത്രയ്ക്ക് പ്രശ്നമായിട്ട് തോന്നില്ല കേട്ടോ. അതുപോലെ ഫെവിക്കോള് ഒന്ന് തേച്ച് കൊടുക്കുക. ആദ്യമേ കുറച്ചധികം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ മണികൾ അതുമൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ റെഡ് എൻ്റെ കയ്യിൽ റെഡ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മണികളാണോ ഉള്ളത്, പണ്ടൊക്കെ നമ്മൾ മാല കോർക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന മണികൾ തന്നെയാട്ടോ ഇതൊക്കെ സിമ്പിളായിട്ട്. അപ്പോൾ അതൊക്കെ ഇതുമ്മയ്ക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ ഫുള്ളാക്കി എടുക്കണത്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അത് നല്ലപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മണികളൊക്കെ ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട്. വെക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ആ ലെവലിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വേറൊരു ഷീറ്റ് എടുത്തിട്ടാട്ടോ ഈ ഒട്ടിച്ചത്. നമ്മൾ ഹോളിട്ട ഷീറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കമ്പിയൊക്കെ ഒന്ന് വളച്ച് കെട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഷീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമ്മൽ ഒട്ടിച്ച് കൊടുക്കുന്നത് കണ്ടോ. ഇതുപോലൊരു കമ്പി ഒന്ന് വളച്ച് ജസ്റ്റ് ആക്കിയാൽ മതി. ഇനി ആ കമ്പിയുടെ ആ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ലോക്കറ്റിൻ്റെ നമ്മുടെ ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഒട്ടിച്ചതിന് ശേഷം ഒരു ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ അതുമ്മേലേക്ക് കണ്ടോ, കമ്പിയുടെ എത്ര ഭാഗമാണോ പൊങ്ങേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മുടെ ലോക്കറ്റ് അതിൽ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. കുറേ കമ്പി ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ ലെവലനുസരിച്ച് നമ്മൾ കയറ്റി വേണം നമ്മുടെ ഈ ഒട്ടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ലോക്കറ്റ് ഈ പ്ലെയിൻ ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. അങ്ങനെ 4 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വേറെ ചിലവൊന്നുമില്ല. ഈ മണികളൊക്കെ നമ്മുടെ ഡ്രസ്സുമ്മേലുള്ള മണികളായാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഇനി നമുക്ക് വേണ്ടത് മാല കോർക്കാനുള്ളതാണ്. അപ്പോൾ ഇനി മാല കോർക്കാനായിട്ട് നമുക്കത് ഇതുപോലത്തെ ഗോൾഡൻ കളറ് നൂലുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. എംബ്രോയിഡറി വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നൂലാണിത്. ഇങ്ങനത്തെ റോള് മേടിക്കാൻ കിട്ടും. നമുക്കിതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സാധാരണ നൂലായാലും മതി. ഇങ്ങനത്തെ നൂലായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നമുക്കൊരു ലെങ്ത്തൊക്കെ നോക്കി കുറച്ചധികം എക്സ്ട്രാ ഇടാം, നമുക്ക് പിന്നെ ചേർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു അളവെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് വയ്ക്കാം. ജസ്റ്റ് മണികളൊന്നും പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് കൂടെ എന്ത് ചെയ്യണം, ഈ മണികളൊന്ന് കോർത്തെടുക്കാം. അപ്പം ഞാൻ ഇത് അല്ലെങ്കിൽ ഇത് കോർക്കാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പം ഞാൻ ഏകദേശം ഇത് കോർക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കാണാനായിട്ടും ഭംഗിയുള്ളൊരു അത്യാവശ്യം തിളക്കമുണ്ട്. അപ്പം ഞാൻ ഇത് ആണ് എടുക്കുന്നത്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോർത്ത് കൊടുക്കാം. ഒരു അറ്റത്തു നിന്ന് തുടങ്ങാം. ഏകദേശം ഒരു കുറച്ച് കോർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലോക്കറ്റുകൾ, അതായത് നമ്മളിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ലോക്കറ്റുകളുണ്ട് കണ്ടോ, ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം.
നമുക്കിത് കോർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. നമ്മുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ മാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലോക്കറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഫൈനൽ ലുക്കാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന മാലയാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്